കനത്ത മഴയിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മെസ്സിക്ക് കുളിക്കാനുള്ള ഷവർ എന്നാണ് പരിഹാസം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇത് ചെറിയ ചോർച്ചയൊന്നുമല്ല. ഷവർ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഷവർ പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഇത് നവീകരിച്ച സ്റ്റേഡിയത്തിലെ ദുരവസ്ഥയല്ലേ ഇത്? അതെ അനുജ, ഇന്ന് രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വേനൽ മഴയുണ്ടായിരുന്നു, കൊച്ചിയിൽ വേനൽ മഴയുണ്ടായിരുന്നു. ആ മഴയിലുള്ള ചോർച്ചയുടെ ദൃശ്യങ്ങളാണ് ഈ പ്രചരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര, അത് ഒരു വെള്ളച്ചാട്ടം കണക്കെ ഗാലറിയിലേക്ക് വെള്ളം വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നവീകരണമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ, ഒപ്പം തന്നെ എങ്ങനെ ഈ ഗാലറിയിൽ ഇരിക്കും എന്നൊക്കെയുള്ള കമന്റുകൾ, ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സിക്ക് കുളിക്കാനുള്ള ഷവർ എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള വലിയ ട്രോളുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു GCDA ആണ് ഒരു മറുപടി പറയേണ്ടത്. എത്രത്തോളം വലിയ ചോർച്ചയാണ്, അല്ലെങ്കിൽ ഇതൊരു ചെറിയ ഏതെങ്കിലും നവീകരണത്തിലെ പാളിച്ചയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അവിടേക്കാണെങ്കിൽ മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ഇപ്പോഴും പ്രവേശനമില്ല. കാരണം ഇന്ന് വൈകിട്ട് കളി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രവേശനമോ അല്ലെങ്കിൽ എത്രത്തോളം വലിയ, അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരു വിശദീകരണവും ഇതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഒപ്പം ഇന്നും മഴ പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ എന്താകും വിപിൻ? അതെ, അത് തന്നെയാണ് പ്രധാന പ്രശ്നം. കാരണം ഇന്നും മഴ നിൽക്കും, വേനൽ മഴ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 7:30 ഇന്നത്തെ ഫുട്ബോൾ നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആ ഗാലറിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും നനയും എന്നുള്ളൊരു, ആ ഒരു ഭാഗത്തിരിക്കുന്ന എല്ലാവരും നനയുന്നൊരു സാഹചര്യം. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്ര വലിയ ഒരു ചോർച്ചയാണ് ഉണ്ടാവുന്നത്. 70 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ഈ സ്റ്റേഡിയം നവീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത്. പിന്നീട് അതിന് കരാറുകൾ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം എത്രത്തോളം പണം ചെലവാക്കിയാണ് ഈ നവീകരണമൊക്കെ പൂർത്തിയാക്കിയത് തുടങ്ങിയതിനെ സംബന്ധിച്ചിട്ടൊന്നും പിന്നീട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി GCDO ഈ സ്പോൺസർമാരോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആദ്യ വേനൽ മഴയ്ക്ക് തന്നെ ഇത്ര വലിയ ആദ്യ വേനൽ മഴയ്ക്കുണ്ടായ കാഴ്ചകൾ അതെന്താണ് എന്നുള്ളതാണ്. കലൂർ നവീകരിച്ച സ്റ്റേഡിയത്തിലെ കാഴ്ചയാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.